അല്ലെ തൃശ്ശൂരിൽ പുലിക്കളിയുടെ ആരവമായിരുന്നു, ആവേശമായിരുന്നു. എത്ര ഭംഗിയായിരുന്നു അറിയോ. ചിലപ്പോൾ ചില 7 ദേശങ്ങളുണ്ടായിരുന്നത്. കിരീടം നേടിയത് വിയ്യൂർ ആണ്. വിയ്യൂർ യുവജന സംഘമാണ്. 2 ടീമുണ്ടായിരുന്നു വിയ്യൂരിൽ തന്നെ. അതിൽ യുവജന സംഘമാണ് കിരീടം നേടിയത്. പുലികളിക്ക് പുറമെ പുലിക്കൊട്ടിലും പുലിവേഷത്തിലും യുവജന സംഘം ഒന്നാമതെത്തി. പുലിക്കളിയിൽ രണ്ടാമതെത്തിയ കാനാട്ടുകര അച്ചടക്കത്തിലും ടാബ്ലോയിലും പുലിവണ്ടിയിലും 1ാം സ്ഥാനം നേടി. വാശിയേറിയ പുലിക്കളി മത്സരത്തിൽ പെൺപുലികളും കുട്ടിപ്പുലികളും അടക്കം ഇത്തവണ 7 സംഘങ്ങളിൽ ഏതാണ്ട് 357 പുലികളാണ് അണിനിരുന്നത്. പോയ വർഷത്തേക്കാൾ ആവേശോജ്വലമായിട്ടാണ് തൃശൂരുകാർ ഇത്തവണ പുലിക്കളിയെ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ 5 ദേശങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ 7 ദേശങ്ങളാണ് പുലിക്കളിക്കിറങ്ങിയത്. ഇത്തവണ ഫ്ളാഗ് ഓഫ് ചെയ്തത് പാട്രായ്ക്കൽ ദേശത്തിനാണ്. ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് പാട്രായ്ക്കൽ ദേശം പുലിക്കളിക്കിറങ്ങിയത്. വയനാട് ദുരന്തത്തെ തുടർന്ന് മുടങ്ങുമോ എന്ന് കരുതിയ പുലിക്കളിയാണ് അതിഗംഭീരമായി ഇന്ന് തൃശൂരിൽ അരങ്ങേറിയത്. അത് മാത്രമല്ല, നിശ്ചല ദൃശ്യങ്ങളിൽ വയനാടിനെ ചേർത്ത് പിടിക്കാനും ദേശങ്ങൾ മറന്നില്ല. തൃശൂർ പൂരം പോലെ തന്നെ ആവേശം ഒട്ടും ചോരാതെയാണ് ഇത്തവണ പുലിക്കളിയും ഇവിടെ നടന്നത്. രാവിലെ മുതൽ രാത്രി വരെയും മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ അവസാന ദേശത്തെ പുലിക്കളിയും പോയതിനു ശേഷമാണ് ഇവിടെ നിന്നും ജനങ്ങൾ പിരിഞ്ഞത്. എന്തായാലും ഇനി അടുത്ത വർഷത്തെ പുലിക്കളിക്കായുള്ള കാത്തിരിപ്പാണ്. തൃശൂരിൽ നിന്നും ടീം ന്യൂസ് 18. ഓക്കെ, ഐഷത്തുൽ ഷംനയും അശ്വതിയും ഒപ്പം CV അനുമോദുമാണ് ഇന്നലെ പുലിക്കളിയുടെ ആരവം നമ്മളിലേക്ക് പങ്കുവച്ചത് ചേർന്നത്.